ഹായ് ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ വേൾഡ്. എന്തൊക്കെ എല്ലാവർക്കും സുഖമല്ലേ? ഇവിടെ സുഖമാണ് കേട്ടോ, അൽഹംദുലില്ലാ. പിന്നെന്താ, ഇന്ന് ഞാൻ റെസിപ്പി ആയിട്ടൊന്നും അല്ല കേട്ടോ വന്നിട്ടുള്ളത്. കാര്യം എനിക്ക് ടൈമിൻ്റെ കുറേ ബുദ്ധിമുട്ട് കാരണം ഞാൻ വീഡിയോ അങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് ചെയ്തിട്ടില്ല. പിന്നെ ഞാൻ ഓർത്തു റിയാക്ഷൻ വീഡിയോ പോലെ, ഒരു ഫുഡ് റിയാക്ഷൻ വീഡിയോ പോലെ ആയിട്ടാണ് ഞാനിന്ന് ചെയ്തിട്ടുള്ളത്. കാര്യം നമ്മൾ എന്തെങ്കിലും ഫുഡിന് സെർച്ച് ചെയ്യുമ്പം ഒരുപാട് റെസിപ്പികൾ ഇങ്ങനെ കാണുമല്ലോ. അപ്പോൾ പിന്നെ ഞാനും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ യൂട്യൂബ് തന്നെയാണ് സെർച്ച് ചെയ്യുന്നത്. അപ്പോൾ പിന്നെ അതിൻ്റെ ഒരു ആവശ്യമില്ലല്ലോ, പിന്നെ ടൈമിൻ്റെ ഓരോ ബുദ്ധിമുട്ടും അങ്ങനെയൊക്കെ. അപ്പോൾ ഞാൻ ഇപ്പോൾ അത് ചെയ്തിട്ടില്ല കേട്ടോ. അപ്പോൾ ഞാൻ ചിക്കൻ്റെ റിയാക്ഷനും കാര്യങ്ങളും അങ്ങനെ നമ്മുടെ കുറച്ച് സമയങ്ങളാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ അങ്ങനെയൊക്കെ കേട്ടോ, നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഞാനൊന്ന് ഒരു ഷവായയും പിന്നെ ജസ്റ്റ് ഒരു റൈസ്, ഒന്നുമില്ല, വെജ് മാത്രം. അപ്പോൾ ഫുഡ് ഒക്കെ റെഡി ആക്കിയിട്ട് ഞാൻ ഇക്കനെ വെയിറ്റ് ആക്കിയിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. ഇനി നമുക്ക് ഇക്ക വന്നിട്ട് ഇക്കയുടെ റിയാക്ഷനൊക്കെ എന്താണെന്നുള്ളതൊന്ന് അറിയാം കേട്ടോ. അപ്പോൾ നമുക്ക് ബാക്കിയുള്ള വീഡിയോയിലോട്ട് പോവാം. A few minutes later. ഒന്നുകൂടി ചോദിക്കാൻ, ഇതിപ്പോ ഷവായാണോ അൽഫാമാണോ എന്താ? എനിക്കറിയില്ല, ഉണ്ടാക്കി വന്നപ്പോ വേറെ എന്തൊക്കെയോ ഫ്ലേവർ ആയോന്ന് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കി. ഉച്ചക്ക് ബീൻസ് വാക്കിയായിരുന്നോ? ഇല്ല, അല്ല അതില് കടുക് ഉണ്ടായിരുന്നല്ലോ. ഇതില് കടുക് ഉണ്ടോ? കഴുകിട്ടോ ചെറിയ പുട്ടിങ്ങനെ പീഞ്ഞമാതിരി ആക്കിയതാണല്ലോ. ഇന്നൊരു ഇതില്ലല്ലേ. ചോറ് 35-40% മാർക്ക്. 100 വേണ്ടല്ലേ, 70% മാർക്ക്. അതിന്റെ കഴുത്താണ് എടുത്തത്. മാർക്ക് പോവേ. പണ്ട് ആമിനമാർക്ക് വീട്ടിലിരുമ്പോഴാണ്, അങ്ങനൊന്നും പറയില്ല. ആമിനമായി വീട്ടിലിരുമ്പോഴാണ് മാരിപ്പിക്കും. അപ്പഴ കോഴി കൂട്ടി കയറുള്ളൂ, അല്ലാതെ നേരത്തെ കിട്ടൂല. പള്ളിക്ക് ഓടിച്ചു. എന്തിന്? ഹൈദർസ്ഥാക്കാനെ കൊണ്ട് അർപ്പിച്ച കോഴി നടക്കണമെങ്കിലേ അത്രയൊക്കെ വേണം. ഇന്നത്തെ മരുന്നില്ല. ജിമ്മിനോടക്ക കണ്ടില്ല. ഹൈദർസ്ഥാക്ക പള്ളിക്ക് ബാത്റൂമിൽ കൊടുത്ത് മൂച്ചുണ്ട്, അതിലൂടെ നടക്കുക. കറണ്ടില്ല. പണ്ടത്തെ കഥ പറയണത് അല്ല. ഞാന് എൻ്റെ റൂമില് 6ൽ പഠിച്ചുമ്പോഴത്തെ കൂടിയിൽ കറണ്ട് കേട്ടോ. അതിന്റെ മുന്നത്തെ കഥയാണ്. അമ്മായിക്കാക്കൊക്കെ വരും. ആകെ അമ്മായിക്കാക്ക വന്നു കഴിഞ്ഞാൽ ആശ്വാസം ധരിച്ചിട്ടുണ്ടെങ്കിൽ അമ്മയ്ക്ക് വീട് വലിച്ചു മണത്ത് പോയില്ല. അമ്മയ്ക്കാക്ക മാജിക്ക് പള്ളിക്ക് പോവും, ഇവിടെ പോയി മുട്ടായി വാങ്ങി തരും. വെയ്യും പള്ളിയിൽ നിന്നുള്ള കട കഴിഞ്ഞ് വന്നിട്ടാണ് നമ്മൾ ഈ കോയിനെ ഇറക്കാൻ വേണ്ടി പോയോ. അമ്മ പിടിച്ച് സെറ്റാക്കിയിട്ടും ബിഗ് ഷോപ്പർ എന്നാലും ഒരു പണ്ടത്തിൽ ഉണ്ടാവും ശവം, നാലിൽ കിഡ്സിനെ അറിയാം. പിന്നെ ഒരു ഈരയുടെ ഈരമാതിരിയൊക്കെ അതിന് പോകണം. അപ്പൊ അതിന് മുറുക്കി പിടിച്ചണം. ഈര ആകുമ്പോൾ കരുതി ലൂസായി പോയ കോഴി പോയി. നാടൻ കോഴി അല്ല, പവറല്ലേ. ഈര പറഞ്ഞാൽ നൈലോണിന്റെ ഒരു ഇത്, പ്ലാസ്റ്റിക് അല്ല. അങ്ങനെ പോയി ഇതിനെ കെട്ടി ഹൈദർസ്ഥാക്കാനെ കൊണ്ട് അതൊക്കെ അറുത്ത് പോവുകയേ ഉള്ളൂ. ഇതിങ്ങനെ കൂട്ടിപ്പടം ഇങ്ങനെ ആടിയിട്ട് ഒന്ന് അതെടുത്തിട്ട് വേണം നമുക്ക് ചെയ്യാനെ കുടിക്ക് വാങ്ങണം. പിന്നെ നൊസ്റ്റാൾജിയ ഇതുകൊണ്ട് കോട്ടത്തളത്തിലിടും. പൈപ്പും വെള്ളമൊന്നുമില്ല, ചെമ്പട്ടിയിലും കൊട്ടത്തളം ഉണ്ടാവും. പാത്രം പോകുന്ന തൊലി കിച്ചലാണ്. നാളെ പോലെ തൊലിച്ചുമ്പോൾ സ്മെല്ല് വരുന്നുണ്ട്. കേട്ടുകൊണ്ട് നല്ല പരിചയമാണ്, പ്രത്യേക രസമാണ്. ആ ചെമ്മിനി വിളക്കിന്റെ വെളിച്ചത്തിൽ ഇരുന്നിട്ട് എഴുതുന്ന അങ്ങനെ അനുഭവം പറയാൻ സത്യമായിട്ട്. അപ്പൊ ചിമ്മിനി വിളക്കിന്റെ വെട്ടത്തിൽ നിന്നിട്ട് അതിങ്ങനെ നന്നാക്കും.
തൊലിയിച്ച നാടൻ കോഴിയുടെ തൊലിയിച്ചതുമായിരുന്നല്ല ഭയങ്കര പ്രയാസം. എന്റെ വാഴന്റെ ഉണ്ടാവും തൂവലിങ്ങനെ അവിടെ ഇവിടെ ഒട്ടിക്കും. അതൊക്കെ നുള്ളി നുള്ളി എടുത്ത് ക്ലിയർ ആക്കണം. അത് നമ്മുടെ ഡ്യൂട്ടിയാണ്. കൊടല് കൊണ്ടേക്ക് വെച്ചിട്ടൊക്കെ അതവിടെ കൊണ്ടുപോയി ബാക്കിലും നെടുമ്പര പിന്നെ കൂടെ കാളിപ്പുമ്പോഴ് നടന്നു പോകുമ്പോൾ ഒരു കര വെച്ചൊരു കല്ലിട്ട് പോയില്ല. അതിലാണ് നമ്മള് തിരുമുളകിന്റെ 2-3 മരങ്ങളൊക്കെ കാലങ്ങളായിട്ടുണ്ടാവും. ഒന്ന് കഴിയുമ്പോൾ നോക്കും അവിടെ കൊണ്ടുപോയി കുഴി എടുത്ത് നമ്മൾ ഇഷ്ട ഏകദേശമായി തുടങ്ങിയിട്ടുണ്ടാവും. പേരെന്താ? എന്നിട്ട് പേരെന്താ? അതല്ലേ ഇഷ്ടമായിട്ടുണ്ടാവുന്നു. അതാ കൈക്കോട്ട് എടുത്തിട്ട് ചെറുപ്പത്തിൽ കൂട്ടാണ്. ഇത് വന്നു കഴിഞ്ഞാൽ എന്നിട്ട് കുഴി ഉണ്ടാവും. എന്നിട്ട് ആ കുഴിക്ക് വീഴും. കുഴിക്ക് വീഴുന്നില്ല. ഉണ്ട് വാഴ വെക്കാൻ കുഴിച്ച കുഴിയേക്കാരം ഒന്നുമില്ല. മേരിക്കൊണ്ടൊരു കുഞ്ഞാട്. ആ വേസ്റ്റ് കുഴിച്ചിട്ട് നമ്മൾ പോന്നു കഴിഞ്ഞാൽ നമ്മൾ ഡ്യൂട്ടി കഴിഞ്ഞു. ഇതേമായിരുന്നല്ല അന്നാണ് നാടൻ കോഴിക്കറി. നാടനോടുന്ന വാങ്ങിക്ക. നാടൻ കോഴിന് വന്നിട്ട് ഒന്നും മറ്റാ കോഴിപ്പൊടിയൊന്നുമില്ല. കോഴിയുണ്ട് വീട്ടില്. വായിക്കും അമ്മക്കാക്ക പക്ഷെ കൂടി നമസ്കരിച്ച ബാങ്ക് കൊടുത്താൻ വേണ്ടിയിട്ടേക്കാണ്. അമ്മക്കാക്ക ഒന്നതിന് ശേഷം നമുക്ക് കിട്ടുള്ളൂ. അമ്മ അമ്മായി അമ്മക്കാക്ക കഴിച്ചു. അത് കഴിഞ്ഞിട്ടുള്ള ഏറ്റവും രസമുള്ള ആരാധിക്കും ആമനമ്മ. ആമനമ്മായി ആ പുള്ളിത്തിന് ഒരു അമിനമ്മായി പറഞ്ഞാല് എവിടുത്തെ പാലൂരത്തെ ഇപ്പൊ വയ്യാതെ ഉള്ളത്. ന്യൂസും ഉണ്ടാവും. മലപ്പുറത്ത് കള്ളം കയറിയതും പാലൂരിന്റെ കള്ളം കയറിയതും എന്താണ് ഓലമ്മ. അമിനമ്മായി നമുക്ക് പരിചയം ഉണ്ടാവില്ല. ഇത് വരുന്ന സമയത്ത് നമുക്ക് ചിലപ്പോൾ അതേക്കും അങ്ങനെ നമ്മള് പാനൊക്കെ കൂട്ടിയിട്ട് നാള് പോയ. പക്ഷെ കഥ പറയണം കേൾക്കാനും ആ ഒരു തൻ്റെതൊക്കെ കാലിങ്ങനെ നീട്ടിക്കൊണ്ടും സ്കാരക്കുപ്പായ കഴിച്ച് ഉള്ളിത്തുണി എടുത്ത് സ്കാരം നീക്കുക മടക്കി വയ്ക്കും. പഴയ വലിയമാർന്ന റൂമിന്റെ മുന്നിലെ പോലായില് ഇരുന്നിട്ട് അങ്ങനെ തുടങ്ങും കഥ ഉമ്മാനോട്. അന്ന് നിങ്ങൾ കരുതിക്ക് ഇതേപോലെ എനിക്കും പറയണം. അതല്ല എന്താ പറഞ്ഞു നമ്മുടെ കുട്ടികളല്ലേ. തൊട്ടപ്പുറത്ത് കള്ളം കയറി പകല് തിരുമ്പളന്റെ പിന്നിൽ കൂടെ പോയിട്ടും കള്ളം കറുത്ത് പിടിച്ചു. അങ്ങനെ പോയി നമുക്ക് അന്ന് കടന്ന് ഉറക്കും. പിന്നെ പോയി നല്ല പൂജൊക്കെ പോയിട്ടു. പിന്നെ അവിടെ കടന്ന അന്ന് രാത്രി ആരുടെ വന്നില്ലാത്ത അങ്ങനെ കഥ നമ്മളൊക്കെ വീഡിയോ വെച്ചോണ്ട് ഇപ്പൊ ഇട്ടിട്ട് എന്തേ സൗണ്ട് കേട്ട് ഇറങ്ങി ഓടുമല്ലോ. എന്നിട്ടെന്താ വല്ല പേരെന്താ? അച്ഛൻ്റെ അമ്മന്റെ പേരെന്താ? പറഞ്ഞാട്ട് ജീവിതത്തിൽ ഞാൻ പേഴ്സണൽ എന്തെങ്കിലും കണ്ടിരിക്കണം. അത് ഞാനാണ് പറയല്. തലവേദന ഇപ്പൊ തലവേദനയില്ല. അതൊരു കാര്യാക്കലേ ഇല്ല. മൈഗ്രെയിന് ഭയങ്കര തലവേദന. കുറച്ച് മുന്നേ പണ്ട് തലവേദന മാറിയതല്ല, ശീലായത്. അത് അതിന്റെ വഴിക്ക് പോവും. എന്റെ അവസ്ഥ ഡെയിലി കൂടെ കുടിച്ചോ. ഞാൻ ജീവിതത്തിൽ കൂടി തന്നെ കുടിച്ചില്ല. കല്യാണത്തിന് മുന്നേ വേറെ കൊറേ കാര്യങ്ങളുണ്ട്. അതിന് ശേഷം മാറ്റം വന്നിട്ടില്ലേ? നല്ല മാറ്റമുണ്ട്. തലവേദന കൂടി, പ്രഷർ കൂടി, വയറ് കൂടി, നിര കൂടി, വയസ്സ് കൂടി. അപ്പൊ ഇതൊക്കെ ഉണ്ടാവും കേട്ടോ. അപ്പം അങ്ങനെയാണ് കാണുന്നത്. നാടൻ പോയി അളക്കാൻ പോയ കഥ ഞങ്ങളത് ഇത് മുഴുവനാക്കിയിട്ട് മതി. ടോപ്പിക്ക് മാറിപ്പോയി. അത് കംപ്ലീറ്റ് ആക്കിയിട്ട് മതി. ഒന്നും മാറിയില്ല. പോയൊക്കെ പോണ ഒരേ സ്ഥലത്ത് കൊടുക്കാം. എന്ത് പറഞ്ഞ പേടി അല്ല തലവേദന. അവിടെ ഉണ്ടല്ലോ മഞ്ചേരിയില് അമ്മായി സാബറമ്മായി മമ്പാട്ടത്തെ
അമ്മായി പറഞ്ഞു കഴിഞ്ഞാല് ഒരാളെ പേര് പറഞ്ഞു ഞാൻ ഒന്ന് പറഞ്ഞതിലാണ് എന്തോ ഒരു ജിന്നല്ലാത്ത എന്റെ അമ്മനമ്മായി ചേക്കുട്ടി പാപ്പ എന്റെ അമ്മായി അമ്മനമ്മായി പാവാണ് എന്റെ അമ്മായിനോട് പാവായിരിക്കാം അല്ലെങ്കിൽ എന്റെ അമ്മായി പാവാണല്ലോ എന്നാ ആ തള്ളു കേക്കണ്ടല്ലോ അല്ല എന്റെ ഏതെങ്കിലും അമ്മായി പാവല്ല ഞാൻ പറഞ്ഞോണോ അമ്മായി പാവലെന്ന് ഞാനും പറഞ്ഞു പിന്നെന്താ ഇതിപ്പോ കച്ചറാവുമല്ലോ നമ്മളെ കുടുംബത്തിൽ സംഗതി ഉണ്ടായത് പറഞ്ഞ എന്റെ കുടുംബത്തിൽ അതേമാതിരി ഉണ്ടായിരുന്നു ആയിക്കോട്ടെ ആലോചിച്ചോക്കാം ഒരു അമ്മായി വെച്ചിട്ട് ഒരു കഥ പറയുന്നില്ല പണ്ട് അമ്മായി അതേമാതിരിയാ അമ്മായി വരുന്നത് കാത്തിരിക്കേക്കാരം ഞങ്ങൾക്ക് എളാപ്പ മൂത്താപ്പ ഓരോന്നും ഇല്ലല്ലോ അപ്പൊ കഥ പറയുന്ന കോഴിയുടെ കാര്യം പറഞ്ഞ കോഴി ഉണ്ടാക്കി കൂട്ടണം ഞാൻ പറഞ്ഞത് വെള്ളാട്ടപ്പോക്കരാണ് നിങ്ങൾ പ്രേതത്തിന്റെ കാര്യം പ്രേതല്ല കള്ളന്റെ കാര്യം നിങ്ങൾക്ക് അറിയാം വെള്ളാട്ടല്ല എന്താണ് ചേക്കുട്ടി പാപ്പ കേട്ടുണോ അതെ അങ്ങനെയാ ആരറിഞ്ഞു ചോദറുമ്പിൽ പ്രേതം ഉണ്ടെന്നുണ്ടെങ്കിൽ ഓരോ ചുമരുമ്പിൽ തൊടടും പാസ് ചെയ്യാൻ വേണ്ടിട്ട് ഇവിടെ ഇല്ലല്ലോ ഇതിന് ഏതാണ് ഇവിടെ ഇതിന് ചുമരുമ്പോ തൊടണ്ടോ ഇവിടെ വരൂല ഞാനത് കട്ട് ചെയ്യൂട്ടോ എന്താ പറയാ ഇങ്ങോട്ട് വരുന്നതിന്റെ മുന്നേ ഖത്തറിലേറ്റ് ഉണ്ടായിരുന്നു ഖത്തറില കുവൈത്തിലെ ഇവിടെ ഒന്നുണ്ടായിരുന്നു താത്ത പറഞ്ഞു എന്താ താത്ത പറഞ്ഞല്ലോ ഇനിയിപ്പോ ഒക്കെ ഉണ്ടാവും കേട്ടോ ഇനിയിപ്പോ ആരിസ് പറഞ്ഞു പറഞ്ഞാൽ അതും ഉണ്ടാവും അറിയും കാരണം ഒന്നുള്ളടത്തൊന്നും ഉണ്ടാവില്ല നീക്കാർ അടുത്തത് പിന്നെ അത് ഉമ്മ പറയണ ഡയലോഗ് കേൾക്കാരൻ കുരുക്കന്മാരെ വളർത്തും പറഞ്ഞു എന്താ വെച്ചിട്ടുണ്ടെങ്കില് അങ്ങനൊക്കെ ഒന്ന് കാണാം പാടത്തേക്ക് പൈ നോക്കാൻ പോകും പയ്യല്ല പശു പയ്യ് നെയ്യ് ഇതൊക്കെയാണ് ഞങ്ങളുടെ ജീവിതം പച്ച് നെജ്ജ് ഏത് ഭാഷ അനായാസമായിട്ട് കൈകാര്യം ചെയ്യാം നമ്മളെ കൂട്ടാറും നമ്മൾ എവിടെ ചെന്നാലും അവിടെ ചെന്നാൽ അവിടുത്തെ ആളാവും അൽഹംദുലില്ലാ ഇതിന്റെ ഒക്കെ ഇടയിൽ ഞാൻ കാര്യം പറഞ്ഞത് കഷ്ടപ്പെട്ടുണ്ടാക്കിയത് തൊട്ട് നോക്കാൻ അത് ഞാൻ പറഞ്ഞു ഞാൻ ആദ്യം നമുക്ക് കണ്ടുപോകും ഫൈദസാക്കാന്റെ കാര്യം പറഞ്ഞപ്പോ ഞാൻ മറന്നു നിങ്ങളപ്പോ ആമനമ്മായി കോഴി അല്ല ഏതോ കാക്ക കോഴി ഇറക്കാൻ പോയത് മക്കള് കോഴിനെ കണ്ടപ്പോ അതിന്റെ കുടുംബം കോഴിയൊക്കെ കോഴിയോട് താല്പര്യം ഒരു 35-40 വയസ്സിൻ്റെ ഇടയിലുള്ള ആൾക്കാരൊക്കെ ചെഞ്ചീരും ചാക്കിലും നാടൻ കോഴിനാക്കി മാരിപ്പിക്ക് പള്ളിയൊക്കെ നടന്നു പോയതിലേക്കാണ് ഇപ്പോഴല്ല മറ്റേ ഇറച്ചിപ്പൊടി 2 ചേറവും കാലുകൊണ്ട് പൊടിച്ചിട്ട് തലങ്ങനെ മർദ്ദിച്ചിട്ട് ഇങ്ങനെ വരെയാ ഡ്രമ്മക്കണ തുടങ്ങിയത് മുല്ലാക്കാനെ കാത്തിക്കണം ആരാ ഇതിപ്പോ ആരാ അതല്ല ഇത് പൊടിച്ചിട്ട എടി പള്ളിക്കല മോദിയല്ലേ നിസ്കരിച്ച ചോദിച്ചത് കൂടിയാണ് ഇപ്പൊ ആരാ അവിടെ ആമിനുവാ ആളുവാ എന്ന് ചോദിച്ചു അതാ മാടമ്മയ ആമിനമ്മയ വന്നിട്ട് ചോദിച്ചു പറയാം അങ്ങനെ നമ്മളെ കുളത്തിൽ ആരെയും വീണ് മരിച്ചു നമ്മളെ കുളത്തിലല്ല അത് പറയില്ല അത് സങ്കടക്കഥ അതല്ല അത് വേണ്ട അതല്ല നമ്മളെ കുളത്തില് നമ്മളെ കുളത്ത് നബീല് പറഞ്ഞു അതേപോലെ നമ്മളെ തിരുമ്പണ കല്ലുമ്മ തിരുമ്പണ സൗണ്ട് വെറുതെ കേൾക്കുന്നൊക്കെ പറഞ്ഞു എന്നിട്ട് ഉമ്മ അറിഞ്ഞില്ല കേട്ടോ അപ്പൊ എന്താ കഥ ഉമ്മ പറഞ്ഞ് ഏൽപ്പിച്ചിരിക്കണം കാലമ്മരോട് വൈകുന്നേരം ഞങ്ങൾക്ക് ഉമ്മ പറയുമ്പോൾ ആസ്പത്രിയിലല്ലേ 37 ഉമ്മ ഏൽപ്പിച്ച മാര് വന്ന് 7 മണിക്ക് ഡെയിലി തിരുമ്പി പോകുന്നുണ്ട് ഞങ്ങളുടെ ഒച്ച കേട്ട മുണ്ടാതെ ഉള്ളിലിരിക്കും
നിർത്തുവോ ഉണങ്ങണ്ട. നമ്മളുള്ളിലുണ്ട് എന്ന് അറിഞ്ഞാലാ പ്രശ്നം. അപ്പൊ 30-10 മിനിറ്റ് കൊണ്ടൊക്കെ തിരുമ്പിട്ട് പോവും. ഇന്നലെ ചായ ഇറങ്ങിനു, ഇന്നിപ്പോ ചായയും വേണ്ട കോയും വേണ്ട. ചായയുടെ കാര്യം പറഞ്ഞപ്പോളാ എന്താ അതൊന്നുമില്ല, വീഡിയോ വൈൻഡപ്പ് ചെയ്തോ കേട്ടോ. ചായ കണ്ടിരിക്കാം കഴിക്കാണ്ടോ അച്ഛനൊക്കെ നാളെ കൊടുക്കും. അച്ഛന് ഇഷ്ടമല്ല ഞാൻ എരി കുറച്ചിട്ടാ ചെയ്തത്. കഷ്ടം. ഇന്നിപ്പോ ഉച്ചക്ക് ബട്ടർ ചിക്കനും ഒക്കെ കഴിച്ചു. ബട്ടർ ചിക്കൻ്റെ വീഡിയോ അപ്ലോഡ് ചെയ്തു. ബട്ടർ ചിക്കൻ 1.5 ബട്ടർ അത് പറഞ്ഞാൽ മതിയായിരുന്നു എന്നോട്. ഞാൻ പുറത്തുനിന്ന് എന്തെങ്കിലും വാങ്ങി വന്നിരുന്നു. അല്ല ബട്ടർ ചിക്കൻ്റെ ഒപ്പം തിന്നാൻ വേണ്ടിയിട്ട്. ഇനി നിർത്തല്ലേ, ഇനി ഈ മാസം നമുക്ക് ഡയറ്റ് തുടങ്ങിയാലോ? ഇത് തുടങ്ങി നമ്മളെ കൊണ്ടായിരുന്നു പറ്റൂല എന്നപ്പോ നമ്മളെ കെട്ടോളൂ എന്നല്ലേ പറഞ്ഞു. കഴിഞ്ഞ വീഡിയോ കാണുന്ന ആൾക്കാർ പറഞ്ഞു അപ്പോൾ കൊണ്ടായിരുന്നു പറ്റൂല. അതുറപ്പാണ്. നാളെ കുറുമക്കല്ലേ, നാളെ സബ്സ്ക്രൈബ് ചെയ്തു പോലെ. ഞാൻ ഈ മാസം കഴിഞ്ഞു, അടുത്ത മാസം നോക്കാം. അപ്പോ പിന്നെ എല്ലാവരും സബ്സ്ക്രൈബ് കണ്ടില്ലേ, ഇത് നമ്മളൊരു അഭിമാന പ്രശ്നം കൂടിയാണ്. പക്ഷെ അത് അടുത്ത വീഡിയോ കാണുന്നവരേക്കും ബൈ ബൈ. അല്ല ഷെയറും ചെയ്തോട്ടല്ലേ, ഷെയറും സബ്സ്ക്രൈബും ഷെയറല്ല ഷെയർ ചെയ്യരുത് മക്കളെ. മറ്റേ കാര്യമുണ്ടല്ലോ, എന്താ പറയാ, ദൈവത്തിന് സ്വർഗത്തിലേക്കുള്ള പാത എന്ന ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ. മൂല്യത്തെ കളിയൊക്കെ